ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. പ്രേക്ഷകരെ നോക്കൂ. അയ്യോ മണിയാശാന് തെറ്റി, അത് പ്രേക്ഷകരെ നോക്കുവല്ല, പ്രിയപ്പെട്ടവരെയും നോക്കൂ. നീ എന്തായി പറയുന്നത്? അത് എന്റെ ടാഗ് ലൈൻ. നീ നിന്റെ ട്രൗസർ മാത്രം ഇട്ട് കളിച്ചാൽ മതി, എന്റെ ട്രൗസർ എടുത്ത് നീ കേട്ടണ്ട, നിനക്കത് കേറൂല. ആ കോളിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരാളെ ഇത് പുറത്ത് വിടാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഇവിടെ എന്താണ് ഡൗൺ സർജറി ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതെനിക്ക് അതിന് അത് വിളിച്ചു തന്നെ ആയിരിക്കാം. നീ ഇന്നലെ എന്തുവാ പറഞ്ഞത്? എന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ മോളെ കൊണ്ട് ഡബ് ചെയ്തിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റി വെച്ചതാന്നല്ലേ? തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കി. തൊരയല്ല, അണ്ടിത്താതന്റെ എടാ ആണൊരുത്തം വന്നിട്ട് എനിക്ക് ഗർഭമാണ്, എന്റെ മറ്റേത് മുറിച്ചു, എന്റെ ഇതിനകത്ത് മറ്റേത് കയറ്റി വെച്ചു എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് പിന്നെ തൊരയല്ലാതെ പിന്നെ എന്ത് പുലയനാർമണി സിലിക്കോൺ 1 മില്യൺ അത് ഞാനായിരുന്നു. ഓ അങ്ങനെയ സംഭവമല്ലേ? ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇവൻ ഈ സർജറി ഒക്കെ ചെയ്ത് എന്തിനാന്നറിയോ? ഇതൊക്കെ ആൾക്കാരെ വിളിച്ച് കാണിക്കാനാ. ഓ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? അതല്ല ഉദ്ദേശം. താണമുണ്ടോ പോത്തെ? തനിക്ക് താണമുണ്ടോ? അല്ല പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. കാരണം ധന്യ അവന്റെ ബ്രസ്റ്റ് സർജറിയായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ അവന്റെ ഈ സർജറിയായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഓ ഭാഗ്യം എന്റെ നമ്പർ അവന്റെ കയ്യിലില്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്ത് കാണുമായിരുന്നു. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. ആ നാദം എന്നിലേക്ക് എത്താതെ നിലച്ചു പോയി. ആഷി, നീ ശരിക്കും ശ്രദ്ധിച്ചോ? നിന്റെ ജാസി എല്ലാവരുടെയും സംശയം തീർക്കാൻ ഓരോരോ ശരീരഭാഗങ്ങളായിട്ട് അങ്ങ് തുറന്ന് കാണിക്കുകയാണ്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും നമ്മുടെ സാക്ഷര കേരളം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അവസരം വൈകിട്ടാ. ഓക്കേ ശരി.